എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഉച്ചയൂണിന് തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് കറികളും അതിൻ്റെ റെസിപ്പിയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം കുറച്ച് ചക്കയുണ്ട്, അതിനെ ഒന്ന് ഉടച്ചെടുക്കാം. അത് ചക്ക അത്യാവശ്യം വലിയ പീസസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. കുക്കറിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പം കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചക്കയുടെ സീസണൊന്നും അല്ല, ഇത് നമ്മുടെ കുഞ്ഞൻ പ്ലാവുണ്ടല്ലോ, അതിൽ എപ്പോഴും കായ്ക്കുന്ന പ്ലാവ്, അതിൽ പിടിച്ച ചക്കയാണ്. അപ്പം വേവിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ അരിഞ്ഞതിന് ശേഷം കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കൈപ്പിടിയോളം ചക്കക്കുരുവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കുവാണ്. അതും ചക്കയുടെ പുറത്തായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ചക്ക വേവിക്കുമ്പോൾ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് അരപ്പ് ചക്കയുടെ പുറത്താക്കി ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വേഗം ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒറ്റ വിസിൽ മതി, അപ്പോഴേക്കും വെന്ത് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഒരു മീൻ കറിയും കൂടെ തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരപ്പിന് ആവശ്യമായി തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉലുവയും 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് മീൻ കറിക്ക് അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. തേങ്ങ അരച്ച് വയ്ക്കുന്ന കറി ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിപ്പായിട്ട് കിടക്കുന്നതാണ് നല്ലത്. അത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴേ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നില്ല, അതിനിടയ്ക്ക് കുറച്ച് ജോലിയും കൂടി ഉണ്ട്. കറി ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഒരു മാങ്ങയുണ്ട്, ഒരു തക്കാളിയുണ്ട്, 3 ഉണ്ടമുളകും കൂടിയുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞൊക്കെ എടുക്കാം. അപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി. അപ്പോൾ തുറന്ന് നോക്കി നല്ലതുപോലെ ഇതിനൊന്ന് ഉടച്ചെടുക്കണം. കുക്കറിലൊക്കെ വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഉടച്ചെടുക്കാനും പറ്റും. ഈ ഒരു രീതിയിൽ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതേപോലെ അതിൽ പറ്റിയിരിക്കുന്ന ചക്കയൊക്കെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിക്കുന്ന പാത്രത്തിൽ, ഏതായാലും കുക്കറായാലും വേറെ ഏതെങ്കിലും പാത്രമായാലും വേവിക്കുന്ന പാത്രത്തിൽ ഇതേപോലെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴത്തന്നെ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് ഒതുക്കി അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം വൃത്തികേടായിരിക്കത്തില്ല പാത്രം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒതുക്കി വെച്ച് ഇനി അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി കറി വയ്ക്കാനുള്ള മീനുണ്ട്, അയലയാണ്. അതിനെ ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അയല മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ എളുപ്പമാണ്. ചിതമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങ് തെറിക്കുകയില്ല. അതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാൻ എളുപ്പമാണ്. ഈ ഒരു രീതിയിൽ സൈഡിലുള്ള മുള്ളുകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം വാലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തലയും കൂടി വൃത്തിയാക്കി എടുക്കാം. ഞാൻ വൃത്തിയാക്കി എടുക്കുന്നത് തലയോടെ വെച്ച് തന്നെ കുറച്ച് മീനും കൂടി അതിലേക്ക് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ കൈയിട്ട് ഇതേപോലെ ഉള്ളിലുള്ള ഭാഗമെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം മീൻ നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിത് കഴുകിയെടുക്കുമ്പോൾ ഉള്ളിലുള്ള വലിയ മുള്ളുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ നമുക്ക് പറ്റുന്നത് പോലെ മുറിച്ച് മാറ്റിക്കളയും. അപ്പോൾ ആ വലിയ മുള്ളുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഉൾവശമൊക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തലയുടെ ഭാഗത്ത് കുറച്ച് മീനും കൂടെ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ബാക്കിയുള്ള മീനെല്ലാം ഈ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം മുറിച്ചെടുക്കാം. മീൻ വൃത്തിയാക്കാൻ എടുക്കുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ മീൻ വൃത്തിയാക്കി എടുക്കുമ്പോഴേക്കും കറി ഒന്ന് തിളച്ച് കിട്ടും. ആ സമയത്ത് നമുക്ക് മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കറിയിലിടാനായാലും വറുക്കാനായാലും തലയുടെ ഭാഗത്ത് കുറച്ച് മീനും കൂടെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത മീനെല്ലാം നന്നായിട്ട് കഴുകി വാരിയെടുത്തിട്ടുണ്ട്. തയ്യാറാക്കിയ അരപ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരപ്പൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉണ്ടമുളകും തക്കാളിയും മാങ്ങയും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ അയല ആയതുകൊണ്ട് തന്നെ കറി തിളച്ചതിന് ശേഷം കഷ്ണം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന മീനാണ്.
അപ്പോൾ കറി ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് മീൻ വറുക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാലയൊന്ന് തിരുമ്പി ആ മീനിലേക്ക് പിടിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ചോറ് കഴിക്കാൻ നേരത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ മീൻ ഇട്ടതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കണം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു, അങ്ങനെ ഞാൻ രണ്ടാമത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ആ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 2 മിനിറ്റോളം മതിയാകും. അപ്പോൾ ഇതാ തുറന്ന് നോക്കാം. എന്താ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ കറി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇനി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറിയും റെഡിയായി കഴിഞ്ഞു. ഇനി കുറച്ച് അമരയ്ക്ക ഉണ്ട്, അതിനെ ഒന്ന് അരിഞ്ഞെടുത്ത് തോരൻ വയ്ക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ വളരെ ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ്, ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. തേങ്ങ കുറച്ച് അധികം ഇട്ട് കൊടുക്കണം, നല്ല തോരന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ സവാളയൊക്കെ നന്നായി അതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. ആ രീതിയിൽ തിരുമ്പി കൊടുക്കണം. ഇനി കുറച്ച് വെള്ളവും കൂടെ കുടഞ്ഞ് അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം തോരൻ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുള്ള അമരയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തോരനും റെഡിയായി. അമരയ്ക്ക തോരൻ വയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. എന്നിതാ മീൻ വറുക്കാനുള്ളത് അരപ്പ് പുരട്ടി വെച്ചിരുന്നത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചാണ് ഞാൻ മീൻ വറുത്തെടുക്കാറ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റൗവിൻ്റെ പുറത്തെങ്ങും എണ്ണയൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ വെളുത്തുള്ളി ചതച്ചതൊക്കെ അതിൻ്റെ പുറത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ മീൻ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ അതാ ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ആ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ മീൻ വറുത്തത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കറികളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ അതാ ഇന്നത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കറികളെല്ലാം ചോറും എല്ലാം കൂടി ചേർത്ത് വിളമ്പി പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.